ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോംസ് എൻ്റെ പുതുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കൊച്ചിയിലാണ്, കൊച്ചി കായലിലൊരു ബോട്ടിങ്ങിലാണ്. ഞാൻ ഇൻട്രോ എടുക്കുന്നത് ബോട്ടിങ് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. ബാക്കി കയറുന്നൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇറങ്ങുന്ന നേരം ഞാൻ വെസലൊക്കെ കാണിച്ചു തരാം. കാര്യം വളരെ അൺഎക്സ്പെക്റ്റഡ് ജസ്റ്റ് വന്ന് കയറിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കൊച്ചി കായലിൽ കൂടെയാണ്, ജസ്റ്റ് കടലിലെ അഴിമുഖം വരെ പോയിട്ട് ജസ്റ്റ് കറങ്ങി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിലുള്ളത് ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെയാണ്. ഇവിടെ നമ്മൾ കൊച്ചിൻ പാസഞ്ചർ ടെർമിനൽ അവിടെയാണുള്ളത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ എൻജോയ് ചെയ്യാം. ഇതിലെത്ര മലയാളികളുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ എത്ര മലയാളികളുണ്ട്? മലയാളികളെ അറിയാൻ എല്ലാം നാല് കഴിക്കാനൊന്നും മനസ്സിലാവില്ല. ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മലയാളികൾ ഏതാണെന്ന് മനസ്സിലാവുമായിരുന്നു. മലയാളികൾ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നാല് കഴിക്കല്ലേ ഉള്ളത്. ഞാൻ ആദ്യം ഇരിക്കാൻ പറഞ്ഞായിരുന്നു എല്ലാവരോടും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇരുന്ന് കഴിഞ്ഞാൽ റീസൺ ആക്സ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവർക്കും മിനാറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1 മണിക്കൂർ നീളുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മറൈൻ ഡ്രൈവ് ആണ്. മറൈൻ ഡ്രൈവിൽ 2 മറൈൻ ഡ്രൈവുകളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് കൊച്ചിയിലും മറ്റൊന്ന് എവിടെയാണ്? ഗോവയല്ല, ട്രിവാൻഡ്രത്തോ? അതേതാ മറൈൻ ഡ്രൈവ്? എനിക്കറിയാത്തൊരു മറൈൻ ഡ്രൈവ്. എങ്ങനെ? ശരി, അങ്ങനെയല്ലേ, ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ. അതെ, എവിടെ വീട്? കണ്ണൂരൊക്കെ. എനിക്ക് കൊഞ്ചം തമിഴ് തരും. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ലുലു ഗ്രൂപ്പും ഗ്രാൻഡ് ഹയാത്തും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംയുക്ത സംരംഭമാണ്. ലുലു ഗ്രൂപ്പിന്റെ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഇന്ത്യ ബിഗസ്റ്റ് നമ്മുടെ ഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് INS വിക്രാന്ത് ആണ്. ഈ വിക്രാന്ത് നിർമ്മിച്ചിരിക്കുന്നത് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡില്. ഈ വിക്രാന്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? INS വിക്രാന്ത് ഇതുവരെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കാണിക്കുന്നത്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ടൊരു റാസ് അതിനപ്പുറത്ത് നമ്മുടെ വല്ലാർപാടം വരുന്നു. പിന്നെ ഇതൊരു രാമൻതുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ രാമൻതുരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയങ്ങളിൽ മാത്രം പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് രാമൻതുരുത്ത്. ഏറ്റവും കുറഞ്ഞ വോട്ടേഴ്സ് ഉള്ള ഒരു ഏരിയ ആണ് രാമൻതുരുത്ത്. കടലിലേക്കൊക്കെ നമുക്ക് പോകണമെങ്കിൽ പെർമിഷൻ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന്, പുറം വേൾഡിലൊക്കെ അവിടെ നിന്നൊക്കെ വരുന്ന ഷിപ്പുകൾ ഇവിടെ ആദ്യം പെർമിഷൻ എടുത്താൽ മാത്രമേ കൊച്ചി തുറമുഖത്തേക്ക് കയറി വരാൻ പറ്റുള്ളൂ. ആദ്യം ഇവിടുന്ന് ഒരു ക്യാപ്റ്റൻ പോയിട്ട് ആ കപ്പൽ പിക്ക് ചെയ്തുകൊണ്ട് വരണം, ആ ഷിപ്പ് പിക്ക് ചെയ്തുകൊണ്ട് വരണം. അല്ലാതെ നേരിട്ട് നമ്മൾ ബസ്സും കാറും ഓടിച്ച് ഒരു ബസ്സിലേക്ക് കയറ്റുന്ന പോലെ നേരിട്ട് ഒരു ഷിപ്പോ മറ്റു വസ്തുക്കളോ നേരിട്ട് കൊച്ചി തുറമുഖത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഓക്കെ, ഇതാണ്. അപ്പം ഇങ്ങനെ ഇവിടുന്ന് ഒരു ക്യാപ്റ്റൻ പോയിട്ട് അവർ നേരെ പിക്ക് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. തിരിച്ച് കൊണ്ടുവരുമ്പോഴും അവർ തന്നെയാണ് തിരിച്ച് അവരെ പ്രവർത്തിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു ബിൽഡിംഗ്, വലിയൊരു ബിൽഡിംഗാണ്, ഒരു 7 നില കെട്ടിടമായിട്ട് കാണുന്നത്. അവിടെ ട്രെയിനിന്റെ മേളിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാം, DP വേൾഡ് എന്ന് ഒരു എഴുത്ത് കാണാം. ആ ട്രെയിനിന്റെ മേളിൽ കാണാം DP വേൾഡ്. ഇത് ദുബായ് പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കൊച്ചിൻ പോർട്ടിന്റെ കയ്യിൽ നിന്നും 35 വർഷത്തേക്ക് ലീസിലെടുത്തിരിക്കുകയാണ് ദുബായ് പോർട്ട്. അവരാണ് ഇത് നടത്തുന്നത്. അവരുടെ അണ്ടറിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതാണ് ദുബായ് പോർട്ട് ഇന്റർനാഷണൽ സെന്റർ എന്ന് പറയുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് ഈ കാണുന്നത്. MSC നാരായണ ഷിപ്പാണ്.
ഏകദേശം ഇതിനകത്ത് വരുന്ന കണ്ടെയ്നറുകളുടെ ഒരു എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 600-700ഓളം കണ്ടെയ്നറുകളാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. സാധാരണ ഒരു കണ്ടെയ്നറിൽ വരുന്ന ഇവിടെ വരുന്ന കണ്ടെയ്നറുകളിൽ വരുന്ന ഷിപ്പ്, സാധാരണ ലെവലിൽ ഇവിടെ വരുന്ന കണ്ടെയ്നറുകളിൽ വരുന്ന ഷിപ്പ്, ഒരു കണ്ടെയ്നറുകളുടെ ഷിപ്പിൽ വരുന്ന കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഏകദേശം 300, 400, 500 ഇതിനപ്പുറം ഇതുവരെ ഞങ്ങളത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും 700ഓളം കണ്ടെയ്നറുകളായിട്ട് വരുന്ന ഒരു ഷിപ്പ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ. ഓക്കെ, ഈ MSC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പാണ് വന്നിരിക്കുന്നത്. ഒരു ബോട്ട് അതിന് അടുത്തോടെ പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ വലിപ്പം ഒന്ന് നോക്കിയാൽ മതി. നമ്മളെ ക്രൂയിസും ആ കപ്പലും കൂടെ ഒന്ന് താരതമ്യം ചെയ്തൊന്ന് നോക്കുക നിങ്ങൾ. അതിൻ്റെ വലിപ്പം എന്തായിരിക്കും, അതിൻ്റെ അടിയിലോട്ട് എത്ര ആഴം ഉണ്ടാവും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രെയിനുകളുടെ പേര് സൂപ്പർ ഫോക്സ് പാനാമാക്സ് എന്ന കാറ്റഗറിയിൽ പെടുന്ന ക്രെയിനുകളാണ്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ക്രെയിനുകളാണ് ഈ കാണുന്ന ക്രെയിനുകളെല്ലാം. എല്ലാം മൂവിംഗ് ക്രെയിനുകളാണ്, എല്ലാം ചലിക്കുന്ന ക്രെയിനുകളാണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാവുന്ന ക്രെയിനുകളാണ്. ഏകദേശം 2 കണ്ടെയ്നറുകൾ ഒന്നിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്ന ക്രെയിനുകളെല്ലാം. എല്ലാം മാഗ്നറ്റിക് പവറുള്ള ക്രെയിനുകളാണ്, മാഗ്നറ്റിക് ആണ് ക്രെയിനുകളെല്ലാം. ഫോർട്ട് കൊച്ചി, അതുപോലെ തന്നെ നമ്മുടെ വാസ്കോ ഡ ഗാമ ആക്റ്റീവായിട്ട് കേരളത്തിൽ വന്നത് എവിടെയായിരുന്നു? കാപ്പാടാണ്. അദ്ദേഹം 2ാമതും 3ാമതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ. അദ്ദേഹം മരണപ്പെട്ടതും ഇന്ത്യയാണ്, ഇരുന്നിരുന്നത് ഇന്ത്യടുത്ത് നിന്നാണ്. അപ്പം സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന ഒരു ചർച്ചിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ബോഡി റിമൈൻസ് ഒന്നും ഇവിടെ ഇല്ല, എല്ലാം കൊണ്ടുപോയി വാസ്കോ ഡ ഗാമ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി, പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്, പഴയ പുരാതനമായിട്ടുള്ള സ്ട്രീറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജൂതപ്പള്ളി, ജൂതപട്ടണം, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഫോർട്ട് കൊച്ചിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫോറിൻ കൺട്രിയിലൊക്കെ പോയ ഒരു ഫീല് നമുക്കുണ്ടാവും. നിങ്ങൾ അതിലൂടെ അതിൻ്റെ ഉള്ളിൽ വഴി സാധാരണ നമ്മളിങ്ങനെ ഫോർട്ട് കൊച്ചി ഇങ്ങനെ കണ്ട സ്ഥലങ്ങളിൽ പോവാം. ഒന്നുകിൽ ബീച്ചിൽ നമ്മൾ പോകും, പിന്നെ അവിടുത്തെ ഒരു മ്യൂസിയം കാണും, റിട്ടേൺ നമ്മൾ തിരിച്ചു വരും. അതിൻ്റെ ഉള്ളിലോട്ട് ആരും കയറി നോക്കിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഉൾ ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങണം, ഒന്ന് നടന്നു പോകണം. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അതിനുള്ളിൽ കാണാനും കേൾക്കാനൊക്കെ ആയിട്ടുണ്ട്. അവിടെയുള്ള ഒരുപാട് സ്ട്രീറ്റുകൾ വളരെ മനോഹരമായിട്ടുള്ള, അത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹമൊക്കെ ബേക്കറിയൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ്, ഫോർട്ട് കൊച്ചി നിന്നാണ്. പിന്നെ നമ്മളെ ഗാനഗന്ധർവൻ യേശുദാസ് അറിയില്ല, അപ്പോൾ യേശുദാസിന്റെ ജന്മനാട് ഫോർട്ട് കൊച്ചിയാണ്. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചീന വലകളൊക്കെ കാണാം, ചൈനീസ് ഫിഷിംഗ് നെറ്റ്, ഒരുപാട് ചീന 2 സൈഡിലായിട്ട് കാണാം ചൈനീസ് ഫിഷിംഗ് നെറ്റ്. കൊച്ചിയുടെ ഒരു ഭൂപടം, കൊച്ചിയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ഒരു ഫോട്ടോ ഈ കാണുന്ന ഒരു ചീന വലകളൊക്കെ ആയിട്ടുള്ള കൊച്ചിയുടെ ഒരു ഫോട്ടോ ആയിരിക്കും കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പാട്ടിലേക്ക് പോവാം. ഈ പാട്ടിന് ശബ്ദം നൽകുന്നത് ഞങ്ങളുടെ അനുഗ്രഹീതരായ കലാകാരൻ. അമൃത TV എന്ന ചാനലിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സൂപ്പർ ട്രൂപ്പ് എന്ന പ്രോഗ്രാം. അതിൽ ഫൈനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഗന്ധർവ സംഗീത ഫൈനലിസ്റ്റ്. അതുപോലെ തന്നെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ദേവരാജൻ മാഷിന്റെ ശിഷ്യനാണ്, സംഗീത സംവിധായകൻ ദേവരാജൻ മാഷിന്റെ ശിഷ്യനാണ്. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള ഒരു വ്യക്തിയാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് പാടാനായിട്ട് വരുന്നത്. Put your hands together. Let's please welcome Srinath Kallurati. കനികണ്ടുവരാ കുളിച്ചൂരിവരാ പവിരം പോൽ പവിരാഹരം പോൽ കനിനീർ പൊന്മുകുളം പോൽ നിന്നനുരാഗമിതൻ ശിരയിൽ സുഖബന്ധമിഴും മദരാശവിമാരായി വരു സുന്ദരിയെ മനശൈലിയെ പവിരം പോൽ പവിഴയും നിറമും വിരിയും മുഖസൗരഭമോ പരിനീ പൊന്നു
ராஜன் நான் வாழும் வாழ்வே உனக்காகதானே நான் தோறு நெஞ்சில் நான் ஏந்தும் தேனே என்னாலும் சங்கீதம் சந்தோஷமே வாய் பேசிடும் புல்லாங்குழல் நீரானொரு பூவின் வாசல் உன் வாசல் உன் பூங்காவனம் வாய் பேசிடும் പുല്ലാങ്കുഴൽ എല്ലാരും ഓൾ സ്റ്റാൻഡ് അപ്പ് കമാൺ ഓൾ സ്റ്റാൻഡ് അപ്പ് യെസ് സർ അവ എല്ലാവരും താഴ്ത്തു പോയിക്കോളൂ സാർ അപ്പോൾ നേരെ താഴെ നമ്മളെ DJ ഹാളിൽ പോയിട്ട് ഡാൻസ് കളിക്കാം അടിപൊളി ഡാൻസ് കളിക്കുന്ന ആൾക്കാർക്ക് നല്ലപോലെ ഡാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലപോലെ ഡാൻസ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ എന്തുണ്ടെന്ന് വിചാരിച്ചായിരുന്നല്ലേ ഓക്കെ അപ്പോൾ വീണ്ടും താഴെ കാണാം എല്ലാവരും ഇറങ്ങിക്കോളൂ താഴേക്ക് DJ ഹാളിലേക്ക് ബോട്ട് മിനാർ ക്രൂസിൻ്റെ അപ്പർ ഡെക്ക് ഇതാണ്.
ലോവർ ഡെക്ക് ഒരു DJ ഫ്ലോറാണ്, ഇതാണ് അപ്പർ ഡെക്ക്. ഇതാണ് ലോവർ DJ ഡെക്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്ത ബസ്സിൽ. അടിപൊളി സർവീസ് ആയിരുന്നു. നല്ല ഡിസ്റ്റൻസ് ഉള്ളിലേക്ക് പോയി. നല്ല കംഫർട്ടബിൾ റൈഡായിരുന്നു. നല്ല സ്റ്റാഫായിരുന്നു. തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നതാണ്. പണ്ട് പ്രൈവറ്റ് വെസൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മിനാറുണ്ട്, മറിയയുണ്ട്, അതുപോലെ നിയോ ക്ലാസിക് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ലതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഫോർട്ട് കൊച്ചി വരുമ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്ന ഓപ്ഷൻസാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.